വെളിച്ചത്തെ ഇരുട്ടാക്കരുത്. സഭാപ്രസംഗി 11-ാം അധ്യായം 1 മുതൽ 10 വരെ. ധ്യാനത്തിനായിട്ട് 7-ാം വാക്യം. വെളിച്ചം മനോഹരവും സൂര്യനെ കാണുന്നത് കണ്ണിന് ഇമ്പവുമാകുന്നു. 1.5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കാഴ്ചയും ശ്രവണശക്തിയും നഷ്ടപ്പെട്ടിട്ടും ആൻ സള്ളിവൻ എന്ന അധ്യാപികയുടെ സ്നേഹനിർഭരമായ സഹായത്താൽ ആന്തരികമായ കാഴ്ചയും ശ്രവണശക്തിയും പ്രാപിച്ച് അസംഖ്യം ആളുകൾക്ക് ധൈര്യവും ജീവിതത്തോട് പുതിയ മനോഭാവം കൈക്കൊള്ളുന്നതിനുള്ള പ്രചോദനവും നൽകിയ ഹെലൻ കെല്ലറിൻ്റെ കഥ സുപ്രസിദ്ധമാണല്ലോ. കണ്ണുമില്ല, കാതുമില്ല, പക്ഷേ മറ്റുള്ളവരുടെ കണ്ണും കാതും തുറപ്പിക്കാനുള്ള ദിവ്യമായ ശക്തിവിശേഷം ആ മഹതിക്കുണ്ടായിരുന്നു. ഒരിക്കലൊരു സ്നേഹിത അവരെ കാണാൻ ചെന്നു. പ്രകൃതിയുടെ സൗന്ദര്യം മുറ്റി നിൽക്കുന്ന ഒരു വനപ്രദേശത്തോടു കൂടിയായിരുന്നു ആ സ്ത്രീ ഹെലൻ കെല്ലറെ കാണാൻ പോയത്. വന്ന വഴിക്ക് എന്തൊക്കെ നിരീക്ഷിച്ചു? ഹെലൻ കെല്ലർ തൻ്റെ കൂട്ടുകാരിയോട് ചോദിച്ചു. എന്തൊക്കെ കണ്ടു എന്നല്ല, വസ്തുതകൾ മനസ്സിലാക്കുന്നതിനായി എന്തൊക്കെ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു, അതായത് ഒബ്സർവ് ചെയ്തു എന്നാണ് ഹെലൻ ചോദിച്ചതിൻ്റെ സാരം. വിശേഷിച്ചൊന്നും നിരീക്ഷിച്ചില്ല. കൂട്ടുകാരിയുടെ മറുപടി. സാധാരണക്കാരിൽ നിന്ന് ഇത്തരം മറുപടി ധാരാളം കേട്ടിട്ടുള്ള ഹെലൻ കെല്ലറിനെ ഈ കൂട്ടുകാരിയുടെ മറുപടി കേട്ടിട്ട് ഒന്നും അത്ഭുതം തോന്നിയില്ല. മിക്ക മനുഷ്യരും കണ്ണുള്ളപ്പോൾ കണ്ണില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ഭാവന ചെയ്യാറില്ലല്ലോ. നല്ല ആരോഗ്യമുള്ളപ്പോൾ മരണം നമ്മുടെ സമീപത്തുണ്ടെന്നുള്ള വസ്തുതയെക്കുറിച്ച് സാധാരണക്കാർ ബോധവാന്മാരല്ല. അതുകൊണ്ട് കാണേണ്ടത് കാണുകയോ കേൾക്കേണ്ടത് കേൾക്കുകയോ ചെയ്യാൻ കൂട്ടാക്കാതെ ഒരു വക ബോധശൂന്യതയിൽ കഴിയുന്നവരാണ് പലരും. ഹെലൻ കെല്ലർ പറയുന്നത് ശ്രദ്ധിക്കുക. അന്ധയായ എനിക്ക് കാഴ്ചയുള്ളവരായ നിങ്ങൾക്ക് ഒരു സൂചന നൽകുവാൻ കഴിയും. നാളെ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എങ്ങനെ ചെയ്യുമോ അപ്രകാരം നിങ്ങളുടെ കണ്ണുകൾ ഉപയോഗിക്കുക. കണ്ണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെ കാര്യത്തിലും ഇതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുക. ദ ജനറസ് ഐ ജനറേറ്റ്സ് ഗിവ് ബർത്ത് എന്ന് ഡോക്ടർ സ്റ്റാൻലി ജോൺസ് പറയുന്നു. ഔദാര്യം, മഹാമനസ്കത, ധീരത, ത്യാഗശീലം, ദാനശീലം, മാഹാത്മ്യം മുതലായവയോടുകൂടിയ കണ്ണുകൾ എന്നാണ് ജനറസ് ഐ എന്ന അദ്ദേഹം എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള കണ്ണുകൾ സന്തോഷവും വെളിച്ചവും ജീവനും ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരം കണ്ണുകളെ പറ്റിയാണ് കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കുമെന്ന് യേശു ക്രിസ്തു പറയുന്നത്, മത്തായി 6:22. എന്നാൽ ചൊവ്വുള്ളതല്ലെങ്കിൽ, അഥവാ സ്വാർത്ഥതയുടെ വ്യാധി പടലം കൊണ്ട് മൂടപ്പെട്ട കണ്ണുകളാണെങ്കിൽ നിങ്ങൾ തൊടുന്നതെല്ലാം, അതായത് പണവും ലൈംഗിക ബന്ധങ്ങളും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും അന്ധകാരമയമായിരിക്കും. വെളിച്ചം ഇരുളായിത്തീരുന്ന സ്ഥിതിവിശേഷമാണത്. കണ്ണുണ്ടായാലും സ്വാർത്ഥതയുടെ വ്യാധി പടലം അതിനെ അന്ധമാക്കി തീർക്കാവുന്നതാണെന്നുള്ളത് നാം വിസ്മരിക്കരുത്. നല്ലത് ചീത്തയായാൽ അതിനേക്കാൾ ചീത്തയായ മറ്റൊന്നും കാണുകയില്ലല്ലോ. വെളിച്ചം ഇരുട്ടായി തീർന്നാൽ ആ അന്ധകാരത്തിൻ്റെ അവസ്ഥ അതിഭയങ്കരമായിരിക്കും. ദൈവദത്തമായ അനുഗ്രഹങ്ങളാകുന്ന വെളിച്ചത്തെ പലപ്പോഴും നാം ഇരുട്ടാക്കി തീർക്കാറുണ്ട്. ആ ഇരുട്ട് നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ ബാധിക്കും. നാം ഭക്ഷിക്കുന്ന ആഹാരത്തെ അത് വിഷമയമാക്കി തീർക്കും. വിജയത്തെ പരാജയമായി തീർക്കുവാനും ആ അന്ധകാരത്തിന് ശക്തിയുണ്ട്. നമ്മുടെ വെളിച്ചം ഇരുട്ടായി തീരാതിരിക്കുന്നതിന് ചെസ്റ്റർട്ടൺ നിർദ്ദേശിക്കുന്നത് ഇതാണ്. പ്രകൃതിജന്യമായ പ്രകൃത്യാതീതമായ ശക്തിക്ക് സ്വയം സമർപ്പിക്കുന്നില്ലെങ്കിൽ അവ പ്രകൃതി വിരുദ്ധമായി തീരുന്നു. ഇങ്ങനെയുള്ള സമർപ്പണവും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വെളിച്ചത്തിൻ്റെ ബോധപൂർവമായ ഉപയോഗവും കൊണ്ടല്ലാതെ അത് കെട്ടുപോകാതെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഓർക്കണമേ, അറിവായതിൽ നിന്ന് അറിയപ്പെടാത്തതിലേക്ക് നീങ്ങുമ്പോഴേ മനുഷ്യൻ അറിവ് നേടുകയുള്ളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:9. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.